2026-27 പുതുക്കിയ ബജറ്റ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയായിട്ടുള്ള സതീശനെ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തു നിന്ന് വിൽപ്പനയാണ്, UDFൻ്റെ ഒരു വിൽപ്പന തന്ത്രം ആണ് ഈ ബജറ്റിലൂടെ പുറത്തു വന്നിട്ടുള്ളതെന്ന് ഒരു അഭിപ്രായം മുൻ ധനമന്ത്രിയായിട്ടുള്ള ബാലഗോപാൽ പറയുന്നുണ്ട്. തോമസ് ഐസക്കും ലേഖനങ്ങൾ ദേശാഭിമാനിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ആഖ്യാനങ്ങളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഈ ബജറ്റിനെ എങ്ങനെ വിലയിരുത്താൻ പറ്റും, ഇതിനൊരു പൊതു സ്വഭാവം? അല്ല, ഞാൻ ഈ ബജറ്റ് പ്രഭാഷണം കേട്ടു. ആ രേഖ ഏതാണ് 130-132 പേജുള്ള രേഖയാണ്. അത് ഫുള്ളായിട്ട് വായിച്ചു. തീർച്ചയായും കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇതിനകത്തുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് സതീശൻ ധനമന്ത്രി എന്ന നിലയിൽ, സതീശൻ മാത്രമല്ല അതിനു മുമ്പ് നിയമസഭയിൽ അവതരിപ്പിച്ച വൈറ്റ് പേപ്പറിൽ അതിലും ചൂണ്ടിക്കാട്ടിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിന് സസ്റ്റൈനബിൾ അല്ലാത്ത ഒരു ഇക്കണോമിക് സിറ്റുവേഷനാണുള്ളത്. നമ്മുടെ റവന്യൂ വരുമാനവും നമ്മുടെ ചെലവുകളും തമ്മിൽ യോജിക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ കമ്മിറ്റഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് വെച്ചാൽ നിർബന്ധമായിട്ടും നമ്മൾ ചിലവാക്കേണ്ട മേഖലകൾ അത് 80%, നമ്മുടെ റവന്യൂ 80% വരും. ബാക്കിയുള്ള 20% കൊണ്ട് വേണം നമ്മുടെ മറ്റെല്ലാ പ്രധാനപ്പെട്ട വികസന മാർഗങ്ങളായാലും ശരി, സാമൂഹിക ക്ഷേമമായാലും ശരി, ആരോഗ്യ പരിരക്ഷയായാലും ശരി, വിദ്യാഭ്യാസ സംരക്ഷണം, ഇതൊക്കെ ചെയ്യാൻ 20% താഴെയുള്ള എമൗണ്ടാണുള്ളത്. അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് നമുക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ കിഫ്ബി മോഡലാണ് അവർ നേരത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന കിഫ്ബി മോഡൽ എന്ന് വെച്ചാൽ തുറന്ന വിപണിയിൽ നിന്ന് പണം വാങ്ങി അത് കമേഴ്ഷ്യൽ റേറ്റിന് പണം വാങ്ങിയിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പണം ഭാവിയിൽ വരും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടുള്ള നിക്ഷേപ പദ്ധതി. പക്ഷെ അതിൻ്റെ പ്രശ്നം ഏതാണ്ട് 35,000 കോടിയിലേറെ തുക ഇതിനകം തന്നെ നമ്മളതിൻ്റെ കടം വീട്ടാനായിട്ട് വേണ്ടി വരും. പക്ഷെ അതിങ്ങനെ ശതഗുണീഭവിച്ച് വരികയാണ്. അപ്പോൾ ഒരു കടക്കണിയിലേക്ക് എത്തിയ ഒരു അന്തരീക്ഷത്തിൽ ഒരു സഡൻ ബ്രേക്ക് ആവശ്യമാണ്. ആ സഡൻ ബ്രേക്ക് ആകുമ്പോൾ തന്നെ കേരളത്തിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി വേണം, ഈ ചെലവ് ചുരുക്കുകയും വേണം, കേരളം മുന്നോട്ട് പോവുകയും വേണം. അതിന് പറ്റിയ ഒരു വഴി, ആ വഴിയോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടോ എന്നുള്ളത് നമുക്കൊരു പക്ഷേ പിന്നീട് പറയാനേ കഴിയുള്ളൂ. എനിക്ക് തോന്നുന്നത് സ്വകാര്യ മേഖലയുടെ നിക്ഷേപം കൂടുതൽ ശക്തമായിട്ട് ആകർഷിച്ചുകൊണ്ടുള്ള ഒരു വികസന പദ്ധതി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലും യഥാർത്ഥത്തിൽ 91 മുതൽ ഉള്ള ഇന്ത്യയുടെ ഇക്കണോമിക് സിറ്റുവേഷൻ നോക്കിയാൽ ആ ഒരു മാർഗമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയാലും ശരി, പിന്നീട് വന്ന സർക്കാരുകളായാലും ശരി, എല്ലാവരും സ്വീകരിച്ചത്. ബംഗാൾ അത് സ്വീകരിക്കാൻ ശ്രമിച്ചു, പക്ഷെ അതിൽ പരാജയപ്പെട്ടു. കാരണം അവരുടെ പ്രിയോറിറ്റീസ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബംഗാളിലൊക്കെ ഉണ്ടായ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ കരുതലോടുകൂടി സ്വകാര്യ മേഖലയെ ആകർഷിക്കുന്ന നിരവധി ഐഡിയാസ് ഈ ബജറ്റിലുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്ട്രെങ്ത് എന്താണ്? കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ കേരളയിൽ മാതിരി വലിയ വികസന പദ്ധതികളോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, വിമാനത്താവളം പോലെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലാതെ കേരളത്തിൻ്റെ കടലോരം പോലെയുള്ള പ്രദേശങ്ങളിൽ അവിടെയുള്ള വിഭവ സാധ്യതകൾ വെച്ചാൽ ബ്ലൂ ഇക്കോണമി എന്നാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. ബ്ലൂ ഇക്കോണമി സത്യത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. കേരളത്തിൻ്റെ സാധ്യതകൾ ഒരുപാടുണ്ട്, കാരണം അത്രയും വലിയൊരു കടലോര മേഖല നമുക്കുണ്ട്. അതുകൊണ്ട് ബ്ലൂ ഇക്കോണമി, ഇപ്പോൾ ഒരു വിമാനം ഒരു വിമാനങ്ങളുടെ അല്ലെങ്കിൽ എയർലൈൻ മേഖലയിൽ അതിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റുക, ഇങ്ങനെയുള്ള കുറേയേറെ പുതിയ ചിന്തകൾ ഈ ബജറ്റിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു വിൽപ്പനയുടെ ബജറ്റാണ്. അദ്ദേഹം അദാനിയെ കാണാൻ പോയിരുന്നു എന്നുള്ളതൊക്കെയാണ്. അദാനി എത്ര ആളുകൾ കണ്ടിട്ടുണ്ട്? അദാനി എത്രയോ ആളുകൾ വന്ന് കണ്ട്, അദാനിയെ ഒന്ന് കണ്ട് അല്ലെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനടി അത് വിറ്റഴിക്കലാവും എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. എന്താണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പ്രതിസന്ധി? ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഈ ബജറ്റിൽ കാണുന്നത് എനിക്ക് തോന്നുന്നത്. ഈ ബാലഗോപാലിൻ്റെ കഴിഞ്ഞ ബജറ്റ്, അതായത് 26-27 തന്നെ ആദ്യത്തെ ബജറ്റിൽ, ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിൽ സത്യത്തിൽ അദാനിയിൽ നിന്ന് കുറച്ച് പൈസ വരുന്നതായിട്ട്, കുറച്ച് കോടികൾ വരുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ ഞാൻ പരിശോധിച്ചപ്പോൾ കണ്ടിരുന്നു. അത് തന്നെയാണ് ഒരു വിമർശനമായിട്ട് അവർ ഉന്നയിക്കുന്നത് തോന്നുന്നു. രണ്ടാമത്തെ, ജോസഫ് ബാസ്റ്റൻ സാറിനെ പോലെയുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യം, ഇതൊരു മുഖ്യമന്ത്രിയും അതുപോലെ ധനമന്ത്രിയും പറയുന്നത് പോലെ ഇതൊരു
ദിശാസൂചകമായിട്ടുള്ള ബജറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് അതേസമയം ഇതിലെ വിഭവ സമാഹരണത്തിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതൊന്ന്. രണ്ടാമത് തോമസ് ഐസക്കിനെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള മുൻ ധനമന്ത്രിമാരായിട്ടുള്ള ബാലഗോപാലൻ പറയുന്നത് ഈ വർഷം തന്നെ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതി അടങ്കൽ 10,000 കോടി രൂപ വരെ കുറവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം പദ്ധതികളൊക്കെ ഇത്രമാത്രം പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നു, പക്ഷേ ആവശ്യത്തിനുള്ള പണം ഇല്ല താനും. അതിനുള്ള വിഭവം എങ്ങനെ വരുമെന്ന്, വിഭവ സമാഹരണത്തിലുള്ള മാർഗങ്ങൾ കാര്യമായിട്ടില്ലെന്നും അദ്ദേഹം ഈ പറയുന്ന ജോസഫ് ബാസിനെ പോലെയുള്ള ആളുകൾ പറയും. അത് സെബാസ്റ്റ്യൻ പറയുന്നത് ശരിയാണ്. ജോസഫ് സെബാസ്റ്റ്യൻ പറഞ്ഞ വിഭവ സമാഹരണത്തിനുള്ള ഒരു വഴി എപ്പോഴും 2 മാർഗങ്ങളാണോ? ഒന്ന് റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുക, പിന്നെ കടം വാങ്ങുക. ഈ 2 മേഖലകളാണ്. ഇതിൽ കടം വാങ്ങൽ പിന്നെ ഈ കിഫ്ബി വഴിയുള്ള കടം വാങ്ങൽ സിസ്റ്റം കേരളത്തെ ഒരു വലിയ കുഴപ്പത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പിന്നെ ഒരുപാട് മേഖലകളിൽ ഇതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം വിജയിക്കുന്നറിയില്ല, പക്ഷേ പിന്നെ പിരിഞ്ഞ് കിട്ടാനുള്ള ധനം, വലിയ തോതിലുള്ള റവന്യൂ എന്താ പറയുക അരിയേഴ്സ് ഉണ്ട്, റവന്യൂ പിരിവിൽ അരിയേഴ്സ് ഉണ്ട്. അത് ശക്തമായിട്ട് പിരിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് സജഷൻസ് അതിനകത്തുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പം പിന്നെ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരുപാട്. ആക്ച്വലി കേരളത്തിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, കേരളത്തിൽ നിന്ന് ഒരു വ്യവസായം തുടങ്ങൽ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഭൂമിയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്നാൽ ഭൂമിയില്ലേ? ഭൂമി ഉണ്ട്. കാരണം 100 വർഷമായിട്ട് കേരളത്തിലെ പിന്നെ തോട്ടം മേഖലയിൽ തോട്ടങ്ങളുടെ പേരിൽ വിദേശികളും സ്വദേശികളുമായ നിരവധി ആളുകൾ കയ്യിലിരിക്കുന്ന ഭൂമി സർക്കാരിലേക്ക് വരേണ്ടതാണ്. അത് സത്യത്തിൽ കേരളത്തിൻ്റെ ഒരു വലിയ ഏരിയയാണ്, എൻറ്റയർ എന്താ പറയുക ഹിൽ റീജിയൻ. അത് മുഴുവൻ ഈ പ്രൈവറ്റ് സെക്ടറിൻ്റെ കയ്യിലാണ്. അത് കേരളത്തിൻ്റെ സർക്കാരിന്ന് കൊടുത്തതാണ്, 100 കൊല്ലത്തേക്കുള്ള പാട്ടമാണ്. ആ പാട്ട കാലാവധി കഴിഞ്ഞതിന് ശേഷം അത് കൊടുക്കാൻ തയ്യാറായത്. അപ്പോൾ അതിലൊക്കെ തന്നെ ഒരു മാറ്റം കൊണ്ടുവരണം. അതുകൊണ്ടാണ് 2ാം ഭൂപരിഷ്കരണം എന്നുള്ളതിനെക്കുറിച്ച് അതുകൂടി ഉൾക്കൊണ്ടുള്ള ഒരു പുതിയ ഐഡിയയാണ് 2ാം ഭൂപരിഷ്കരണത്തിൽ വരുന്നത്. ഭൂമിയുടെ കൈമാറ്റത്തിന്, ഭൂമി സ്വകാര്യ മേഖലയിൽ കൊടുക്കുന്നതിന്, സർക്കാരിൻ്റെ എന്താ പറയുക സ്വകാര്യ മേഖലയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ തടസ്സങ്ങൾ നീക്കുക. അങ്ങനെ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വരും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു വികസിക്കുന്ന സൊസൈറ്റിയാണ്, ഒരു വികസിക്കുന്ന ഇക്കോണമിയാണ്. ഈ വികസിക്കുന്ന ഇക്കോണമി എന്ന നിലയിൽ കേരളത്തിൻ്റെ റവന്യൂ വരുമാനം സാധാരണ നിലയിൽ തന്നെ വർദ്ധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച പദ്ധതികൾക്കനുസരിച്ചുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഈ പറയുന്ന ഒരു പ്രശ്നം ഇവിടെ അത് കറക്റ്റായിട്ട് മുഖ്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എത്രത്തോളം പിന്നെ വിഭവ സമാഹരണം സാധ്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ അതിനുള്ള വഴി കണ്ടെത്താനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. തീർച്ചയായും അത്തരത്തിലുള്ള വിമർശനങ്ങൾ വളരെ വളരെ പ്രസക്തമാണ്, ഗൗരവമുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ആത്മാർത്ഥമായ സമീപനം ഈ സർക്കാരിൽ നിന്നുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2023 ലാൻഡ് അസൈൻമെന്റ് ബിൽ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ സർക്കാർ ഒരു നിയമം പാസ്സാക്കിയിരുന്നു. അതായത് ഭൂമി തരം മാറ്റി കൊടുക്കാനായിട്ട് അത്യാവശ്യം ആളുകൾക്കൊക്കെ ഏത് ആവശ്യത്തിനാണോ കൊടുക്കുന്നത് അതിന് വ്യത്യസ്തമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഭൂമി ഉപയോഗിക്കാനുള്ള അവകാശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ബില്ല് അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിൽ തന്നെ ആ ഒരു ബില്ലിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പക്ഷേ ഭൂപരിഷ്കരണം എന്ന് പറയുന്ന 2ാം ഭൂപരിഷ്കരണം മുന്നോട്ട് വയ്ക്കുന്നു. ലാൻഡ് ബാങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടുതൽ പ്രദേശങ്ങളിൽ ഭൂമിയുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കി കൊടുക്കാനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു പ്രോബ്ലം ഇല്ലേ? അല്ല, എൻവയൺമെൻ്റലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മുടെ വെറ്റ്ലാൻഡ് ആയിരിക്കുന്ന സ്ഥലങ്ങൾ എടുത്തിട്ട് പിന്നെ മറ്റ് കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുക, സ്വകാര്യമായിട്ടുള്ള പ്രദേശങ്ങളിൽ കെട്ടിട നിർമ്മാണം പോലെ പ്രോത്സാഹിപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. പക്ഷേ അതിൽ പിന്നെ ഒരു കടുംപിടുത്തം പിടിക്കാൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വികസനത്തിലുള്ള എല്ലാ സാധ്യതയും കളയാമെന്ന് അർത്ഥം. അപ്പം അതുകൊണ്ട് കേസ് ബൈ കേസ് ആയിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. മാത്രമല്ല ഈ സർക്കാർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതാത് മേഖലകളിലെ വിദഗ്ധരുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വികസന പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത്. അതിനകത്ത് ഒരു കാരണവശാലും പിന്നെ ഭൂമി ആവശ്യമുള്ളവർ കൊടുക്കില്ല എന്നോ അല്ലെങ്കിൽ അതിലൊരു അത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കേരളം പോലെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ, കാരണം കേരളത്തിലെ തൊഴിൽ മേഖലയിൽ ഒരു വലിയ പ്രശ്നമുണ്ട്.
കേരളത്തിലെ യുവാക്കൾ ഒരുപാട് പണം ചിലവാക്കി വിദ്യാഭ്യാസം നേടിയിട്ട് ഈ നാട് വിട്ട് പോകേണ്ട അവസ്ഥയാണ്. നാട് വിട്ട് പോകുന്നതിന് അവർ പൈസ ചിലവാക്കണം. പക്ഷേ പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അതിനനുസരിച്ച് വരുമാനം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ കടക്കണിയിലേക്ക് ആവുന്നുണ്ട് കുട്ടികൾ. അപ്പോൾ ആ നിലയിൽ വളരെ ഗുരുതരമായിട്ടൊരു പ്രതിസന്ധി എന്നുള്ള സ്ഥലത്ത് നമുക്ക് ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ പാരിസ്ഥിതികമായിട്ടുള്ള നിരവധി പ്രതിബന്ധങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള കൺസേൺസ് ഉണ്ട്. ആ കൺസേൺസ് ഇരിക്കെ തന്നെ ഭൂമിയുടെ കാര്യത്തിൽ കുറെ കൂടി റിയലിസ്റ്റ് ആയിട്ടുള്ള ഒരു പോളിസി എന്ന നിലയിലാണ് സർക്കാർ കാര്യങ്ങളെ കാണുന്നത്. അപ്പോൾ ഇപ്പോഴൊരു തുടങ്ങിയിട്ട് ഒരു ബജറ്റ് വന്നിട്ടേ ഉള്ളൂ. ബജറ്റ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലാണ്. ആക്ച്വലി കേസ് ബൈ കേസ് ആയിട്ട് മാത്രമേ നമ്മളതിനെ അതിനെതിരായിട്ടുള്ളൊരു സമീപനം എടുക്കുന്നുണ്ട്. പ്രതിപക്ഷം വിമർശിക്കുന്നവരുടെ സ്വഭാവമാണ്. പക്ഷെ പൊതുസമൂഹത്തിൽ ഇരിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എത്തിപ്പെട്ടിരുന്ന പ്രതിസന്ധി കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതാണ് PMശ്രീയുടെ കാര്യത്തിൽ. PMശ്രീ വലിയൊരു ചർച്ചയായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. PMശ്രീ സത്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ വിഷയത്തിൽ ആളുകൾ എന്നെ ഭയങ്കര, ഞാൻ പറഞ്ഞു, റിയലിസ്റ്റിക് ആയിട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ സമീപനം എടുത്ത് പോകാൻ കഴിയില്ല. കാരണം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനും ഈ നാട്ടിൽ ദേ ആർ ഓൾസോ ഹാവിങ് എ മാൻഡേറ്റ്. അവർ PMശ്രീ എന്ന പദ്ധതിയിൽ 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് PMശ്രീയിലെ ഈ കണ്ടന്റ് വൈസ്, അതായത് കരിക്കുലം വൈസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനകത്ത് പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ്, അതിൽ തന്നെ ഹിസ്റ്ററിയിൽ. പിന്നെ മറ്റു മേഖലകളിൽ നിങ്ങൾക്ക് എന്താ പറഞ്ഞ 2 2 4 എന്നല്ലാതെ 2 4 2 കൂട്ടിയാൽ 6 ആക്കാൻ കഴിയില്ല. ബയോളജിയിൽ നിങ്ങൾക്ക് അവരുടെ പശുശാസ്ത്രം കൊണ്ടുവരാൻ ഉണ്ടാവും, അത് അവിടെ കൂലേക്ക് എടുക്കും. ഫിസിക്സിൽ പറ്റില്ല, കെമിസ്ട്രി പറ്റില്ല, ആകെ പറ്റുന്നത് ഹിസ്റ്ററിയിലാണ്. ഹിസ്റ്ററിയെ വെള്ളം ചേർക്കാനും അട്ടിമറിക്കാനും ശ്രമിക്കും. അത് തീർച്ചയായും ഒരു പ്രശ്നമാണ്. പക്ഷെ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള സോഷ്യൽ സ്ട്രെങ്ത് നമുക്കുണ്ട്. കാരണം ഹിസ്റ്ററി ഈസ് എൻ ഏരിയ വേർ പീപ്പിൾ ഫൈറ്റ് അഗൈൻസ്റ്റ് ഈച്ച് അതർ. നിങ്ങൾക്കത് പറയാം. അവർ പഠിപ്പിക്കുന്നതിനെ ഇതല്ല പഠിപ്പിക്കേണ്ടത് പറഞ്ഞുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും. പക്ഷേ ഫിസിക്സ് മറ്റെല്ലാ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മേഖലയിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് തുറന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങണം എന്നുള്ള. പക്ഷേ മറ്റവരതല്ല. മറ്റവരതിനകത്ത് ഒരു വ്യാജമായിട്ട് നിലപാടെടുത്തത്. അവർ RSS വിരുദ്ധത പറയുക, RSSനെതിരായിട്ട് വലിയ ശക്തിയായിട്ട് പറയുക, എന്നിട്ട് ഞങ്ങൾ എടുക്കില്ല എന്ന് പറയുക, എന്നിട്ട് പറയുക ഞങ്ങൾ രഹസ്യമായിട്ട് പോയി ഒപ്പിടുക. ഇവിടെയാണ് ഈ പ്രശ്നം. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഈ സർക്കാർ എടുത്ത നിലപാട്, കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള കിട്ടേണ്ട പൈസ വാങ്ങേണ്ടതായിട്ട് വരും എന്നുള്ള നിലപാട്, അതാണ് ശരിയായ. അതിനകത്തൊരു ഒളിച്ചുകളിയുടെ ആവശ്യമില്ല എന്നുള്ളൊരു നിലപാട് എനിക്കുള്ളത്. ഈ കഴിഞ്ഞ ബാലഗോപാലിൻ്റെ ബജറ്റ് ഞാൻ പരിശോധിച്ച് നോക്കിയ സമയത്ത് അതിൽ കേന്ദ്രത്തിൽ നിന്നിപ്പോൾ മറ്റേ IGST കിട്ടാനുള്ള ഒരുപാട് അരിയറുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പൈസ ലഭിക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ തന്നെ കേന്ദ്രം എങ്ങനെയാണ് പൈസ തടഞ്ഞു വെക്കുന്നതിനെ കുറിച്ച് ധാരാളം പരാമർശങ്ങൾ ആ ബജറ്റിൽ നോക്കി കാണാൻ പറ്റും. ഒരു നോട്ടീസ് പോലെയാണ് അത് എനിക്ക് കടന്നുപോയപ്പോൾ മനസ്സിലായത്. പക്ഷേ സതീശൻ്റെ ബജറ്റിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഇടതുപക്ഷ ആംഗിളിൽ നിന്ന് വരുന്ന ആളുകൾ പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. അല്ല, അതിലെന്താ കാര്യം എന്ന് വെച്ചാൽ, ബാലഗോപാൽ 55,000 കോടി രൂപയുടെ കണക്കാണ് കേന്ദ്രത്തിന് കിട്ടാനുള്ളത്. പിന്നെ 55,000 കോടി എന്നുള്ളത് പിന്നെ കുറഞ്ഞു വന്നു. കാരണം കേന്ദ്രം കണക്ക് കൊടുത്താൽ കിട്ടണം. ചില എമൗണ്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കേന്ദ്രവുമായിട്ടുള്ള കത്തിടപാടുകൾ കണക്ക്, നിങ്ങൾ വാങ്ങിയ പൈസ എങ്ങനെ ചിലവാക്കി, എത്രത്തോളം ചിലവാക്കി, റിപ്പോർട്ട് അവിടെ കൊടുക്കണം, എന്നാലേ ബാക്കി കിട്ടുള്ളൂ. അത് കേസ് ബൈ കേസ് ആയിട്ട് നോക്കിയിട്ടേ തരുള്ളൂ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ GST ആയാലും ഈ സെൻട്രൽ ഫണ്ടിൻ്റെ ഡെവല്യൂഷൻ, അത് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്. കഴിഞ്ഞ 15ാം ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസിനകത്ത് എല്ലാ സ്റ്റേറ്റുകളും ഉണ്ട്. എല്ലാ സ്റ്റേറ്റുകളും കേന്ദ്ര സർക്കാരും ചേർന്ന ഫിനാൻസ് കമ്മീഷനാണ് ഡെവല്യൂഷൻ്റെ ഈ പാറ്റേൺ നിശ്ചയിക്കുന്നത്. അതിനകത്ത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനിൽ മുമ്പോട്ടായി നിൽക്കുന്ന HD ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ മുന്നോട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട എമൗണ്ടിൽ കുറച്ച് കുറവ് വരുന്നുണ്ട്. ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന, അപ്പോൾ ബീഹാർ, അതുപോലെ തന്നെ UP അങ്ങനെയുള്ള പല പ്രദേശങ്ങളിൽ കൂടുതൽ ഫോക്കസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു സമതുലിതമായ വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവർ നടത്തുന്നതാണ്. അപ്പോൾ അത് പശു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുക. പശു സംസ്ഥാനങ്ങൾ പിന്നോക്കമാണ്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവർക്ക് പക്ഷേ അവർക്ക് അവരെ കൂടി മുന്നോട്ട് സോഷ്യോ ഇക്കണോമിക് ഇതിനകത്ത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ഫോക്കസിലാണ് ഈ ഇതിനകത്ത് ഡെവല്യൂഷനിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയത്. അതെല്ലാവരും ചേർന്ന് അംഗീകരിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ കേരളത്തിന് 3-3.5% എന്നുള്ളത് ഏതാണ്ട് 1-1.25% കുറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ കുറവ്
നികത്താൻ ആവശ്യമായ ഇക്കണോമിക് ഗ്രോത്ത് അതാത് സംസ്ഥാനങ്ങളിൽ ഉണ്ടാവും. ഇപ്പോൾ വെസ്റ്റേൺ ഇന്ത്യയിൽ ഇപ്പോൾ മഹാരാഷ്ട്രയെ പോലെ ഗുജറാത്ത്, കർണാടക, ഗോവ അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്ക് ആക്ച്വലി ഗോവയൊക്കെ ഫൈനാൻഷ്യലി നിലക്ക് ഒരു പ്രശ്നമില്ലാത്തതിൽ, കാരണം അവർക്ക് റിസോഴ്സസ് ഉണ്ടാക്കാൻ പറ്റും, വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കേന്ദ്രത്തിനെതിരായിട്ട് പരാതി പറയുന്ന സമയത്ത് തീർച്ചയായും കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ നമുക്കെതിരാണ്. പ്രത്യേകിച്ചും BJP വന്നതിന് ശേഷം നമുക്കെതിരായിട്ടുള്ള നിലപാട് തന്നെയാണ്. പക്ഷേ കേന്ദ്രത്തിനെതിരായിട്ട് ഈ കടലാസ് പറയുന്ന ആളുകൾ ഈ നിയമങ്ങൾ മാറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ GST കൗൺസിലിൽ CPM-ൻ്റെ ആളുകൾ, ബംഗാളിൽ മന്ത്രി ഉണ്ടായിരുന്നു, കേരളത്തിൻ്റെ മന്ത്രി തോമസ് ഐസക് ഉണ്ടായിരുന്നല്ലോ. തോമസ് ഐസക് ആ സമയത്ത് പറഞ്ഞ എന്താ വെച്ചാൽ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്, ധാരാളം സാധനങ്ങൾ വാങ്ങുന്നതാണ് സ്ഥലമാണ്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ GST പിരിക്കുന്ന വലിയ നമുക്ക് കൂടുതൽ നേട്ടം കിട്ടും. അങ്ങനെ കുറച്ചു കാലം കിട്ടിയിരുന്നു, പിന്നെ അതിൽ ചേഞ്ച് വന്നു മാത്രമേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രത്തിനെതിരായിട്ടൊരു ഏറ്റുമുട്ടൽ തീർച്ചയായും രാഷ്ട്രീയമായിട്ട് ഏറ്റുമുട്ടണം, കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഒരു സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാക്കി മാറ്റുന്നത് പുതുതായിട്ട് അധികാരത്തിൽ വന്ന ഒരു സ്റ്റേറ്റിന് ഗുണം ചെയ്യില്ല. ആ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു റിയാലിറ്റി സതീശൻ കാണുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇവർ പറയുന്നവർ ഭരിക്കുകയാണെങ്കിൽ അവരങ്ങ് ഭരിച്ചാൽ പോരെ. ഇത് പുതിയൊരു സർക്കാരാണ്, പുതിയൊരു മുഖ്യമന്ത്രിയാണ്, പുതിയൊരു ധനകാര്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഈ ബജറ്റ് കാണുന്നത്. ഈ സദേൺ എക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞൊരു പദ്ധതി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, അതിൽ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വിമർശനം സമരക്കാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് കരിമണൽ സമരത്തിൻ്റെ കമ്മിറ്റികളുടെ ഭാഗത്തുനിന്ന് വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് അവർ ഉയർത്തിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബജറ്റിൽ പക്ഷേ അതൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സദേൺ ഏരിയയിൽ പ്രത്യേകിച്ചും തീരദേശ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം, അതിൽ കരിമണലിൻ്റെ ഈ ഉത്ഖനനം പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായിട്ടാണ് ഇപ്പം കൊണ്ടുവരുന്നത് അവർ. അപ്പോൾ അതിൽ തീർച്ചയായും അതാത് പ്രദേശത്തുള്ള ആളുകൾ പരാതി, അതിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് സമരരംഗത്ത് വന്നത്, ശക്തമായിട്ട് വാദം VM സുധീരനാണ്. സുധീരനായിരുന്നു ഈ കരിമണലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ഏറ്റവും ശക്തമായിട്ട് കേരളത്തിൽ ഉന്നയിച്ചത്. അതിനുശേഷമാണ് ഈ MA ബേബിയൊക്കെ അവിടെ പോയിട്ട് ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. അതിന് റിയാലിറ്റി അതാണ്. അപ്പോൾ ഈ പറയുന്നതും ഇതിൻ്റെ ഫാക്റ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ VM സുധീരനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ അതിശക്തിയായിട്ട് ഉന്നയിച്ചതാണ്. തീർച്ചയായും മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ ഇത്തരം കരുത്തരായ നേതാക്കൾ ആ വിഷയങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവർക്ക് ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ട്. മാത്രമല്ല പൊതുവിൽ കേരളത്തിലുണ്ടായിരിക്കുന്ന മറ്റു വിഷയങ്ങളിൽ ഇപ്പം നമ്മുടെ ആ സമരം ചെയ്ത ഇവരിലെ മറ്റേ ആശാ വർക്കേഴ്സിൻ്റെ, അതുപോലെ ഈ പാചക തൊഴിലാളികളുടെ, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ വിഷയങ്ങൾ വളരെ സൗഹാർദ്ദ പുരസ്സരം, വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ പരിഹരിച്ചു. ഇതൊക്കെ 10 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരിന് സത്യത്തിൽ ചെയ്യാവുന്നതായിരുന്നു. അതൊരു പിടിവാശിയുടെ മാത്രമായിരുന്നു അത്. അപ്പം അത്തരം ഒരു പിടിവാശി ഈ കാര്യത്തിലില്ല. അതുകൊണ്ട് കരിമണൽ ആയാലും ശരി, അതുപോലെ തന്നെ തീരദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളായാലും ശരി, പ്രശ്നം വരും. അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോവുകയാണ്. തീരദേശത്ത് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന സമയത്ത്, ഈ ഒരു മാരിടൈം ഇക്കോണമി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പോർട്ട് ബേസ്ഡ് ആയിട്ട് ഇക്കോണമി വരുന്ന സമയത്ത് തീർച്ചയായും നിലനിൽക്കുന്ന തൊഴിൽ മേഖലകളിൽ വ്യത്യാസം ഉണ്ടാവും. പല ആളുകളും അവിടുന്ന് മാറേണ്ടതായിട്ട്, അവർ പുതിയ തൊഴിൽ മേഖലകളിൽ പോകേണ്ടതായിട്ട് വരും. പക്ഷേ അവരുടെ ഇക്കണോമിക് നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ഇക്കണോമിക് പോളിസി, ഡെവലപ്മെൻറ്റ് പോളിസി കൊണ്ടുവരാനുള്ള ശേഷിയും എക്സ്പീരിയൻസും കേരളത്തിലുള്ള സർക്കാരിന്, ഇപ്പോഴുള്ള സർക്കാരിനുണ്ട് എന്ന് ഞാൻ മനസ്സിലായി. അതിനെ പറ്റിയ ഒരു ലീഡർഷിപ്പ് സ്ട്രക്ചറും അവർക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായും ഈ ബജറ്റിൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആശയങ്ങൾ തീർച്ചയായും വളരെയേറെ ശ്രദ്ധേയമാണ്. അത് അത്തരത്തിലുള്ള ഒരു പുതിയ ലൈനിലൂടെ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളെ പേഷ്യൻ്റായിട്ട് കേൾക്കാനും അതിന് പരിഹാരം കാണാനുമുള്ള ഒരു സന്നദ്ധതയും ഈ സർക്കാരിനുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചു. അതായത് നീതി ആയോഗായിട്ട് പ്ലാൻ കമ്മീഷനെ മാറ്റുന്ന സംഭവം കേന്ദ്രത്തിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ തിങ്ക് ടാങ്ക് ആക്കി മാറ്റുന്ന പറഞ്ഞിട്ടൊരു ബാബു, ഞാൻ ചോദിക്കട്ടെ, എന്താണ് പ്ലാനിംഗ് ബോർഡിൻ്റെ ചുമതല? പ്ലാനിംഗ് ബോർഡിൻ്റെ ചുമതല സർക്കാരിന് വേണ്ടി പ്രോജക്റ്റുകൾ എഴുതി കൊടുക്കലല്ല.
ഇന്നത്തെ കാലത്ത് പുതിയ ആശയങ്ങൾ, ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ഡെവലപ്പിംഗ് ഏരിയ, പഴയ മാതിരി ഇപ്പോൾ കൊളോണിയൽ സർക്കാരിൻ്റെ മാതിരി കലക്ടർ സേമാൻ ഓരോ ഉത്തരവിടുക, അത് പിന്നെ കോൽക്കാരം പോയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇതല്ല. ഈ ഗവേണൻസിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ ആകെ മാറിയിട്ടുണ്ട്. സിവിൽ സൊസൈറ്റി ഹാസ് ബിക്കം എ വെരി സ്ട്രോങ് ഇൻഫ്ലുവൻസ്. അത് പല പല വിഷയങ്ങളിലും സർക്കാരിൻ്റെ ഈ പോളിസി ഇവോൾവ് ചെയ്യുന്നത് പോലും സിവിൽ സൊസൈറ്റിയുമായിട്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. ഇതാണ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിൻ്റെ പുതിയൊരു ഏരിയ. പഴയ കൊളോണിയൽ അല്ലെങ്കിൽ പിന്നെ ഈ എന്താ പറയുക മുതലാളി അല്ല വലിയ ആളും മേലാളും കീഴാളും സ്ട്രക്ചർ മാറി ഒരു തുല്യതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു എന്താ പറയുക ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പുതിയ സ്ട്രക്ചർ വന്നിട്ടുണ്ട്. അതിൽ സിവിൽ സൊസൈറ്റി പോലെയുള്ള വിഭാഗങ്ങളുമായിട്ട് നിരന്തരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതിനാണ് പബ്ലിക് പോളിസി എന്ന് പറയുന്നത്. പബ്ലിക് പോളിസിയെ ഉണ്ടാക്കിയെടുക്കുന്നത്, പബ്ലിക് പോളിസിയെ ഇവോൾവ് ചെയ്യുന്നത്, അതിനെ ഡെവലപ്പ് ചെയ്യുന്നത് ബ്യൂറോക്രസി മാത്രം ആയാൽ പറ്റില്ല. അപ്പോൾ ബ്യൂറോക്രസിയിൽ നിന്ന് കൂടെ നിൽക്കുന്ന കുറേ എക്കണോമിസ്റ്റുകളും അങ്ങനെ ആളുകൾ മാത്രം ചേർന്നുള്ള ഒരു പ്ലാനിംഗ് ബോർഡായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിനകത്ത് കുറച്ച് പൊളിറ്റീഷ്യൻസ് ഉണ്ടാവും. അത് മാറിയിട്ട് പുറത്തുള്ള സിവിൽ സൊസൈറ്റിയുമായിട്ട്, പുറത്തുള്ള ഇൻ്റലക്ച്വൽസുമായിട്ട്, പുറത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നതിൽ അത് ഇവോൾവ് ചെയ്ത് വരണം. കാരണം അങ്ങനെ മാത്രമേ ഈ കാലത്തിന് വേണ്ടി പണ്ട് ഈ പ്ലാനിംഗ് ബോർഡ് എന്നുണ്ടാക്കിയത് 50കളിൽ ഉണ്ടാക്കിയതാ. 50കളിലെ കേരളമല്ല ഈ 2020കളിലെ കേരളം. 50കളിലെ ഇന്ത്യ അല്ല 2000-ലെ ഇന്ത്യ. ലോകവും അങ്ങനെയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാറ്റത്തിനനുസരിച്ച് പബ്ലിക് പോളിസിയെ ഇവോൾവ് ചെയ്യേണ്ട ചുമതല, ആ നിലയ്ക്ക് പബ്ലിക് പോളിസിയെ ഫ്രെയിം ചെയ്യേണ്ട ചുമതല ഉള്ള സ്ഥാപനമാണ് നീതി ആയോഗ്, അല്ല പ്ലാനിംഗ് ബോർഡ് ആയാലും ശരി, പിന്നെ ആസൂത്രണ കമ്മീഷൻ ആയാലും അവർ ആ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം പോസിറ്റീവായിട്ടാണ് കണ്ടത്. അത് തിങ്ക് ടാങ്ക് ആയിട്ട് കൂടി അത് പ്രവർത്തിക്കണം. കാരണം അങ്ങനെ മാത്രമാണ് സർക്കാരിന് പുതിയ ആശയങ്ങൾ ലഭിക്കുന്നത്. പഴയ തേഞ്ഞ ആശയങ്ങൾ മാത്രം വെച്ചുകൊണ്ടൊന്നും ഒരു സർക്കാരിന് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതാണ് പിണറായി വിജയന് പറ്റിയതാണ് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞത്. എന്തായാലും ഒരു സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 1 മാസമായിട്ടുള്ളൂ. അപ്പോൾ അതിനോട് സമയം അനുവദിക്കാം എന്നാണ് തോന്നുന്നത്. തീർച്ചയായും 1 വർഷമെങ്കിലും ആ സർക്കാരിന് കൊടുക്കണം.